Hi, welcome back to Taste and Talks. ഇന്നത്തെ ഈദ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പുഡിംഗ് കഴിക്കാൻ മറന്നുപോയിരുന്നു. പുഡിംഗ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ മറന്നുപോയി. ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ അധികം കഴിച്ച കാരണം പെൻഡിങ്ങിൽ വെച്ചു. പക്ഷെ ഇപ്പോൾ കിടക്കാൻ നേരത്താണ് ഓർമ്മ വന്ന് പുഡിംഗ് കഴിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നട്ടപ്പാതിരയ്ക്കാണ് പുഡിംഗ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാരക്. ഈദ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈദായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട അച്ചപ്പം നുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉപ്പുമാവ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ജ്യൂസ് ഉണ്ട്, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. Eid Mubarak. Eid Mubarak. Eid Mubarak. ഈദ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് കുറേ നേരം കിച്ചണിൽ കയറിയിട്ട് എന്താന്ന് പോയി നോക്കാം. വല്ലതും നടക്കുമോ? ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ ഫുള്ള് സെറ്റപ്പ് ഒക്കെയാണ് നമ്മളെ സംഭവങ്ങളൊക്കെ. ഇന്ന് ബീഫ് ബിരിയാണിയാണ്. നമ്മളെ ഷാർജ ഫിഷ് മാർക്കറ്റിലൊരു മീറ്റ് ഷോപ്പ് ഉണ്ട്, കേരള മീറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നാടൻ പോത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിചാരം നാട്ടിൽ നിന്ന് നടക്കുന്ന പോത്താണ്, കശ്വാർ പോത്താണത്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ പ്രശ്നമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു വേറൊരു സംഭവം ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് അതില്. ഇല്ല, അമ്മ റെസിപ്പി ഒന്നും പറയണില്ല. ബീഫ് ബിരിയാണി എല്ലാവരും ഉണ്ടാക്കുന്നത്. സവാള ഇങ്ങനെ ചെറുതായി അരിഞ്ഞു. അതോ, അത് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോ അങ്ങനെ ചെയ്യണം. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് ചിക്കൻ, ഒരു ഹോൾ ചിക്കൻ ഞാൻ ഇന്നലെ രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോ ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളം തിളക്കുമ്പോ ഇത് വെച്ചിട്ട് ഏകദേശം വെന്ത് വരുമ്പോ ഒന്ന് ഓയിലും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇത് രണ്ടുള്ളൂ കേട്ടോ ഇന്നത്തെ. വേറെ ഒരുപാട് മെനു ഒന്നും നമ്മളിന്ന് ഉണ്ടാക്കണില്ല. ഒന്നാമത് ആരും കഴിക്കാനില്ല, പിന്നെ വെറുതെ ഫുഡ് വേസ്റ്റ് ആവും. ഹലോ, ഇതാണ് നമ്മളെ ചിക്കൻ. നന്നായിട്ട് ഡ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ നാടൻ മസാല, സ്പെഷ്യൽ ഒന്നുമല്ല. ഞാൻ അറബിക് മസാല ഒന്നും ചേർത്തിട്ടില്ല. നാടൻ മസാല ചിക്കൻ പൊരിക്കല്ലേ അതുപോലെ തന്നെ ചെയ്തിട്ട്. ഇപ്പൊ ഇതിനൊന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കണം.
ചിക്കൻ പൊള്ളിക്കുന്ന തോന്നുന്നത് കണ്ടിട്ടോ. നമ്മളെ ചിക്കൻ നല്ല കുട്ടപ്പനായിട്ടുണ്ട്, ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഏത് കുട്ടപ്പൻ? നമ്മുടെ നാട്ടിലെ കുട്ടപ്പൻ. ആയി വാ, കറക്റ്റായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിലെങ്ങാനും സ്പേസ് പോരാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്. ബിരിയാണി സ്റ്റെപ്പൊന്നും ഞാൻ പറയണില്ല, കാരണം ബീഫ് ബിരിയാണി നമ്മൾ നാട്ടിലെല്ലാവരും എപ്പോഴും ഉണ്ടാക്കണം, പ്രത്യേകത ഒന്നുമില്ല. ഒരു നോർമൽ ബിരിയാണി ഷബാന ടച്ച് ഓൾവേസ് ഉണ്ടാവും. കാണിക്കണോ? സ്റ്റെപ്പ് കാണിക്കണോ? വേണ്ടല്ലേ? ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു മസാല കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇട്ടാൽ വെന്ത് കിട്ടില്ല. ഇത് എല്ല് ബീഫാണ് കേട്ടോ. ബിരിയാണി എല്ല് ബീഫ് വെച്ച് വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ മസാല റെഡിയായി, റൈസ് റെഡിയായി. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ലെയറൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, ലെയർ ഒന്നും കൊടുക്കുന്നില്ല. ചിലർ ഇങ്ങനെ ലെയറായിട്ടൊക്കെ കൊടുക്കാറുണ്ട്, കുറച്ച് ചോറ് കുറച്ച് മസാല. പക്ഷെ നമ്മൾ ഒന്നിച്ച് മസാലയുടെ മുകളിൽ ചോറിട്ടിട്ട് അങ്ങ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം ഞാനിതാ ഈ ഒരു ലീഫ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് ചിക്കൻ വെക്കാൻ പോണത്. കുറച്ച് സലാഡും കൂടെ ഞാൻ സൈഡിൽ വെച്ചു. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈദ് ലഞ്ച് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഫുൾ ഐറ്റംസ് അല്ല കഴിക്കാൻ പാകത്തിന് ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കിയെന്നു പറഞ്ഞുതരാം കേട്ടോ. ഇത് ബീഫ് ബിരിയാണി, നമ്മളെ ദം ബിരിയാണി, മലപ്പുറം സ്റ്റൈൽ ബിരിയാണിയാണ്. ഇത് ഒരു സ്വീറ്റാണ്, ലബനീസ് ഡെസേർട്ടാണ്, ലയാലി ലുബ്നാൻ എന്നാണ്. നമ്മൾ റവയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണത്. പിസ്ത വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കുക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തന്നിരുന്നല്ലോ ചിക്കൻ നമ്മൾ സ്റ്റീം ചെയ്ത് വേവിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒരു കോട്ടിങ് കൊടുത്തതിന് ശേഷം ഓയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുത്തതാണ്. പിന്നെ ഇത് എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് മസാല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇവർക്ക് ഓറിയോ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഓറിയോ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ തൈരിൽ ഉള്ളി കട്ട് ചെയ്തിട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം പൊരിച്ചിട്ടുണ്ട്, പിന്നെന്താണ് കുക്കുംബർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈദ് ലഞ്ച്. അപ്പോൾ ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാനായിട്ട് പോകും.